ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസ മുനമ്പിനെ മുഴുവനും നിലംപരിശാക്കുമെന്നും തരിശു ഭൂമിയാക്കി മാറ്റുമെന്നും നേരത്തെ തന്നെ ഇസ്രായേലി കമാൻഡർ പ്രഖ്യാപിച്ചതാണ്. ഇസ്രായേൽ സൈന്യം ഷിമോണിലും നബ്സലിലും ചെയ്തതുപോലെ ബെയ്റ്റ് ഹനൂനിലും ആക്രമണം അഴിച്ചുവിടുമെന്നും 2908 ബറ്റാലിയനിലെ കമാൻഡറായ എൻ ബെൻ ഡേവിഡ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെ ഏതാണ്ട് ഒക്ടോബർ 8-9 തീയതികളിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വസ്തുതയാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് ഇസ്രായേൽ സൈന്യത്തെ ഹമാസ് ഭീകരർ ആക്രമിക്കുന്നത്. 7-നും 8-നും തന്നെ ഒരുപാട് പ്രസ്താവനകൾ പുറത്തിറക്കിയിരുന്നു ഇസ്രായേൽ. ഏതാണ്ട് 2 മാസം കഴിയുമ്പോൾ യുദ്ധകാലാവധി ഇത്രയും എത്തി നിൽക്കുമ്പോൾ അവര് പറഞ്ഞതെല്ലാം പാലിച്ചിരിക്കുന്നു. ഫലസ്തീനിലെ നഗരങ്ങളിൽ തങ്ങൾ നടത്തുന്ന ആക്രമണം ബൈബിളിലെ കഥകൾക്ക് സമാനമായിരിക്കുമെന്നാണ് ബെൻ ഡേവിഡ് പറഞ്ഞത്. ഒരു നഗരത്തിലെ എല്ലാ പുരുഷന്മാരെയും കൂട്ടക്കൊല ചെയ്യുന്ന കഥയാണ് കമാൻഡർ വീഡിയോയിൽ പരാമർശിച്ചത്. ഗാസ മുനമ്പ് ബെയ്ത്ത് ഹനൂനിനോട് സാമ്യമുള്ളതായിരിക്കണമെന്ന് വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പൂർണ്ണമായും നശിച്ച നഗരത്തെ ഉദ്ധരിച്ചുകൊണ്ട് ബെൻ ഡേവിഡ് പറഞ്ഞു. പലസ്തീനിലെ നാശം ഒരു ആരംഭം മാത്രമാണെന്നാണ് കമാൻഡർ പറയുന്നത്. ലെബനൻ അടക്കമുള്ള തങ്ങൾക്ക് ചുറ്റുമുള്ള ഏതാനും രാജ്യങ്ങളിലും വെസ്റ്റ് ബാങ്കിലും യഹൂദ്യ, ശമര്യ തുടങ്ങിയ നഗരങ്ങളിലും ഇസ്രായേൽ ജനതയുടെ അന്തസ്സിന് കോട്ടം വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രദേശങ്ങൾക്ക് ചുറ്റുമെല്ലാം ഇസ്രായേലി സൈന്യം ഭയം ജനിപ്പിക്കുമെന്നും ബെൻ ഡേവിഡ് അന്ന് തന്നെ പറഞ്ഞു. അതേസമയം വടക്കൻ ഗാസയിലെ ജബലിയ, ബെയ്ത്ത് ഹനൂൻ, ഷെജയ്യ, ദരാജ്, തുഫ എന്നിവിടങ്ങളിൽ ആക്രമണം അവസാനിപ്പിക്കുകയാണെന്നാണ് ഇസ്രായേൽ സൈന്യം അന്നറിയിച്ചത്. എന്നാൽ ഖാൻ യൂനിസ് പോലെയുള്ള ഗാസയിലെ തെക്കൻ നഗരങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഭീകരതയെ ചെറുക്കുക എന്നതിനർത്ഥം ഗാസയെ നിലംപരിശാക്കുക എന്നല്ലെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് 5 ബ്രോഡ്കാസ്റ്ററോട് പറഞ്ഞത്. ഫ്രാൻസ് 5 ബ്രോഡ്കാസ്റ്ററോട്. അതായത് തീവ്രവാദത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഗാസയെ ഇല്ലാതാക്കുകയോ സാധാരണ ജനങ്ങളെ വിവേചനരഹിതമായി ആക്രമിക്കുകയോ ചെയ്യുന്ന ആശയമല്ലെന്നും ഇമ്മാനുവൽ മാക്രോൺ കൂട്ടിച്ചേർത്തു. ഗാസയിലെ സാധാരണ ജനതയ്ക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പറഞ്ഞത്. വടക്കൻ ഗാസയിലെ പ്രവർത്തനക്ഷമമായ ഒരു ആശുപത്രി പോലും അവശേഷിക്കുന്നില്ല എന്നാണ് UN റിപ്പോർട്ട് ചെയ്തതിലുള്ളത്. ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അന്ന് ജൂതന്മാരെ വേട്ട ചെയ്തതിനേക്കാൾ കൂടുതൽ ഗാസയിലെ ജനതയെ കൂട്ടക്കുരുതി നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നതും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഒരിക്കൽ ഓഷിറ്റ്സ് ക്യാമ്പിൽ നടന്ന ജൂത കൂട്ടക്കൊല പോലെ തന്നെ ഗാസയിലും ഒരു കൂട്ടക്കൊല, ഒരു കൂട്ട മനുഷ്യ കുരുതി നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. മാനവ സമൂഹത്തിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ഹിംസ ജൂതവംശഹത്യയാണ്. നടുക്കം എന്ന വാക്ക് പോരാതെ വരുന്ന ഒരു സന്ദർഭം. ആധുനിക ചരിത്രത്തിൽ ഇത്രത്തോളം കൃത്യതയോടെ നടപ്പാക്കിയ മറ്റൊരു വംശീയ ഉന്മൂലനം ഇല്ല എന്ന് തന്നെ പറയാം. കൊലയാറകളെ അതിജീവിച്ചവർ നമ്മോട് നടത്തുന്ന അഭ്യർത്ഥനകളിൽ മുഖ്യമായത് ദയവായി നിങ്ങൾ നാസി കൊലയാറകളെ മറ്റേതെങ്കിലും വംശഹത്യകളുമായി താരതമ്യപ്പെടുത്തരുത് എന്നാണ്. കാരണം ഇതുവരെ ഉണ്ടായ വംശഹത്യകളെക്കാളൊക്കെ ഭീകരമായിരുന്നു ജൂതരുടെ വംശഹത്യ. പിടികൂടപ്പെട്ട് തടങ്കൽ പാളയത്തിൽ അകപ്പെട്ട ജൂതരുടെ ശരീരങ്ങൾ നാസികളുടെ പരീക്ഷണ വസ്തുക്കളായി മാറിക്കൊണ്ടിരുന്നു. നാസി പടയാളികളുടെ രോഗങ്ങൾക്കും മുറിവുകൾക്കും മറ്റും മരുന്ന് കണ്ടുപിടിക്കാനും അവർക്ക് കഠിനമായ ശൈത്യത്തെയും ചൂടിനെയും പ്രതിരോധിക്കുന്നതിനുള്ള കഴിവുകൾ ആർജിക്കാൻ പരീക്ഷണങ്ങൾ നടത്താനും തടവുകാരെ പച്ചയായി കീറി മുറിച്ച് പരിശോധിക്കുന്നതിന് നാസി ഡോക്ടർമാർ തയ്യാറായിരുന്നു. ഈ വൈദ്യശാസ്ത്ര രേഖകൾ പലതും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. ആര്യവംശത്തെ നിലനിർത്താനും അവരിൽ അമാനുഷികമായ കഴിവുകൾ ഉണ്ടാക്കാനുമുള്ള പരീക്ഷണങ്ങൾക്ക് ഇരയായത് ജൂത തടവുകാരായിരുന്നു. റഷ്യൻ പട്ടാളക്കാരെ പോലെ അതിശൈത്യത്തെ നേരിടാനുള്ള കഴിവുണ്ടാക്കാൻ തടവുകാരെ -6 ഡിഗ്രിയിൽ മരിക്കുന്നതുവരെ നിർത്തുകയും പിന്നീട് ഉടൻ തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയും ചെയ്യുന്ന പരീക്ഷണം വ്യാപകമായി നടന്നു. കടുത്ത ശീതതാപങ്ങൾ ശരീരത്തിൽ എന്തു മാറ്റം ഉണ്ടാക്കുന്നു എന്നും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുമായിരുന്നു പരീക്ഷണം. മലേറിയയ്ക്ക് പ്രതിവിധി കണ്ടെത്താൻ പെൺകൊതുകിനെ കൊണ്ട് കടിപ്പിച്ച് രോഗമുണ്ടാക്കിയ ശേഷം മരുന്നുകൾ പരീക്ഷിക്കും. രക്ഷപ്പെടാത്ത എല്ലാവരെയും വെടിവെച്ചു കൊല്ലും.
വിഷത്തിന്റെ വീര്യം പരിശോധിക്കാൻ തടവുകാരറിയാതെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകും. ഇത്രയും ക്രൂരമായ മനുഷ്യവേട്ടയ്ക്ക് വിധേയരായ മറ്റൊരു വിഭാഗം ജൂതന്മാരെ പോലെ ഇല്ല. അതുകൊണ്ടാണ് അവർ അവരുടെ തന്നെ സാങ്കേതിക കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് അവരുടെ രാജ്യത്തെ ഡെവലപ്പാക്കാൻ ശ്രമിക്കുന്നതും അവരിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു പോറലേറ്റാൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്നവരെ സഹായിക്കാൻ സന്നദ്ധരാകുകയും അവരെ ആക്രമിച്ചവർക്കെതിരെ ക്രൂരമായ രൂപത്തിൽ പ്രത്യാക്രമണം നടത്താൻ വിധേയമാകുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. 1400 1500 പേരെ കൊന്ന് ഹമാസുകാർ ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ച ഈ ഒരു യുദ്ധം, ഈ ഒരു കലാപം 20,000 ആളുകളെ തിരിച്ചു കൊന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലിയർക്ക് കലിയടങ്ങാത്തതെന്ന് മനസ്സിലായോ? ലോക ചരിത്രത്തിൽ ഇത്രയധികം വേദനിക്കപ്പെട്ട ഒരു ജനസമൂഹം വേറെയില്ലാത്തത് കൊണ്ടാണ്. ഓസ് വരെ താങ്ങാനാകും എന്ന പരീക്ഷണമാണ് പ്രധാനം. ബുക്കൻവാൾഡ് കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് ഇത് നടന്നത്. കടൽ വെള്ളം കുടിച്ച് എത്ര കാലം ജീവിക്കാൻ കഴിയുമെന്ന പരീക്ഷണവും നാവികർക്ക് വേണ്ടി തടവുകാരിലാണ് പരീക്ഷിക്കപ്പെട്ടത്. എല്ലുകളും ഞരമ്പുകളും ശരീരത്തിൽ നിന്നും മാറ്റി ഞരമ്പുകൾ പുതുതായി വളരുമോ എന്ന് നോക്കാനുള്ള പരീക്ഷണവും നടന്നു. ബോധം കെടുത്താതെയാണ് ഇത് നടത്തുക. വിഷം പുരട്ടിയ വെടിയുണ്ട കൊണ്ട് വെടിവെച്ചാൽ എത്ര വേഗം മരിക്കുമെന്ന പരീക്ഷണവും നടന്നു. തീപ്പൊള്ളൽ ചികിത്സയ്ക്കായി ഫോസ്ഫറസും മറ്റും ഉപയോഗിച്ച് ശരീരം പൊള്ളിക്കുമായിരുന്നു. രക്തം കട്ട പിടിക്കാനുള്ള പരീക്ഷണത്തിനായി തടവുകാരുടെ ശരീരത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും. ശരീരത്തിൽ നിന്ന് കുടൽ, കരൾ, വൃക്ക എന്നിവ നീക്കം ചെയ്താൽ എത്ര കാലം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള പരീക്ഷണവും ഈ ലാബുകളിൽ നടന്നിരുന്നു. ഇത് ചെയ്തത് മനുഷ്യരാണ്. അവരെ പോലെ തന്നെ മജ്ജയും മാംസവും സ്വപ്നങ്ങളും ചിന്തകളും വേദനയും വൈകാരികതയും ഒക്കെയുള്ള മനുഷ്യർ. അവരെ പോലെയുള്ള മനുഷ്യരോടാണ് ഈ ക്രൂരത ചെയ്യുന്നത് എന്ന് ഓർക്കണം. എന്തുകൊണ്ട്? ജൂതന്മാരായി ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ. മുറിവേറ്റ് നിൽക്കുന്ന നാസി പടയാളികളുടെ ചികിത്സയ്ക്കും അതിജീവനത്തിനും വേണ്ടിയായിരുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം നടന്നത്. വന്ധ്യംകരണത്തിന്റെ കാര്യത്തിലാണ് നാസി ഡോക്ടർമാർ വലിയ പരീക്ഷണങ്ങൾ നടത്തിയത്. സ്ത്രീകളുടെയും പുരുഷന്റെയും ജനനേന്ദ്രിയത്തിലേക്ക് അതിശക്തമായി എക്സ്റേ രശ്മികൾ പായിച്ച് പരിശോധിക്കും. വൃഷണങ്ങൾ കീറിയെടുത്ത് അതിലുള്ള മാറ്റം പരിശോധിക്കും. 7 ലക്ഷത്തോളം പേരെ വന്ധ്യംകരണത്തിന് നാസികൾ വിധേയരാക്കിയിരുന്നു. ഞരമ്പുകളിലും കണ്ണുകളിലും അയഡിൻ, സിൽവർ നൈട്രേറ്റ് എന്നിവ നേരിട്ട് കുത്തിവെച്ച് നീലക്കണ്ണുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു മറ്റൊന്ന്. ആയിരക്കണക്കിന് ഭീകര പരീക്ഷണങ്ങളാണ് തടവുകാരായ ജൂതരിൽ ഇവർ നടത്തിയത്. ജനിതക പരീക്ഷണങ്ങളും വ്യാപകമായി തന്നെ നടത്തി. കുട്ടികളിൽ ഉൾപ്പെടെ അനസ്തേഷ്യ നൽകാതെയുള്ള ശസ്ത്രക്രിയകൾ, അവയവ മാറ്റ പരിശോധനകൾ, ഇരട്ടകളെ വേർപെടുത്തൽ, കഴുത്ത് മാറ്റിവെക്കൽ തുടങ്ങിയ പരീക്ഷണങ്ങൾ വ്യാപകമായി. അതിശൈത്യത്തിലെ അതിജീവന പരീക്ഷണങ്ങൾ, വൈദ്യുതി ഷോക്ക് ഏൽപ്പിക്കൽ, രക്തം മാറ്റൽ, രക്തം കുത്തിവെക്കൽ എന്നിവ നിർബാധം നടന്നു. ജോസഫ് മെങ്കൽ എന്ന നാസി ഡോക്ടറായിരുന്നു ഈ പരീക്ഷണത്തിന്റെ നേതാവ് എന്നാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നാസി പടയാളികൾക്ക് ലൈംഗികാക്രമണം നടത്താൻ ക്യാമ്പുകളിൽ ജൂത സ്ത്രീകളെ ഇരയാക്കി. ഭരണകൂടം നടത്തിയ ആസൂത്രിതമായ വംശഹത്യാ പദ്ധതിയായിരുന്നു ഹോളോകോസ്റ്റ്. ഭൂമുഖത്തു നിന്ന് ജൂതരെ തുടച്ചു നീക്കുകയായിരുന്നു ലക്ഷ്യം. നാസികൾ ഇതിനായി പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു. അതിന് നൽകിയ പേരാണ് ഫൈനൽ സൊല്യൂഷൻ. ആ പദ്ധതിയിൽ 1939-നും 1945-നും ഇടയിൽ 60 ലക്ഷം ജൂതന്മാർ ചാരമായി തീർന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ പല കാരണങ്ങളാൽ ലോകത്തിന്റെ പല ഭാഗത്തും ജൂതർ വേട്ടയാടപ്പെട്ടിരുന്നു. ആദ്യം റോമക്കാരിൽ നിന്നും, പിന്നീട് തുർക്കികളിൽ നിന്നും, ശേഷം കിഴക്കൻ യൂറോപ്പിൽ നിന്നും ജൂതർക്ക് നേരെ ആക്രമണമുണ്ടായി. 1945 വരെ അവർ സ്വന്തമായി രാജ്യമില്ലാതെ അലഞ്ഞുകൊണ്ടിരുന്നു. ഓരോ രാജ്യത്തും ജൂതർ പല കാരണങ്ങൾ കൊണ്ടും വേട്ടയാടപ്പെട്ടു. 10 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഓഷിറ്റ്സ് ക്യാമ്പ് പോലെ ഗസയെ മാറ്റണമെന്നാണ് ഇസ്രയേലിലെ ടൗൺ കൗൺസിൽ മേധാവി ഇപ്പോൾ പറയുന്നത്. ഗസ മുനമ്പ് തകർത്ത് തരിപ്പണമാക്കി മാറ്റണമെന്നും ഗസ നിവാസികളെ ലെബനിലെ എങ്ങനെയാണോ അന്ന് നാസികൾ ജൂതന്മാരോട് ചെയ്ത ക്രൂരതകൾ, എങ്ങനെയാണോ ജൂതന്മാരെ ഉന്മൂലനം ചെയ്തത്, അതുപോലെ ഞങ്ങൾ ഗാസയെയും ഉന്മൂലനം ചെയ്യുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേനയായ IDF പറയുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അയക്കണമെന്നുമായിരുന്നു പ്രഖ്യാപനം. തകർന്ന് തരിപ്പണമാകുന്ന ഗസ അറിയപ്പെടുക പോളണ്ടിലെ ഓഷിസ്റ്റ് അഭയാർത്ഥി ക്യാമ്പിന്റെ മാതൃകയിലായിരിക്കും. ഇസ്രയേലിലെ ഒരു പ്രാദേശിക റേഡിയോ ചാനലിനോടാണ് ഡേവിഡ് അസൌലയുടെ ഈ പ്രതികരണം ഉണ്ടായത്. 1930-കളിൽ നാസി ജർമ്മനി സ്ഥാപിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഓഷിറ്റ്സ്. 1942-ൽ ക്യാമ്പ് യൂറോപ്പിലെ ജൂതന്മാരുടെ ഏറ്റവും വലിയ ഉന്മൂലന കേന്ദ്രമായി മാറിയിരുന്നു. 10 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരാണ് ഓഷിറ്റ്സിലെ ഗ്യാസ് ചാമ്പറുകളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. 1941 ജൂലൈ 31-ന് ജർമ്മൻ സൈനിക കമാൻഡറായിരുന്ന ഹെർമൻ ഗോറിംഗ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ സെക്യൂരിറ്റി സർവീസ് മേധാവി റെയിൻഹാർഡ് ഹെഡ്രിയാക്കിന് ഇങ്ങനെ എഴുതുന്നുണ്ട്: ജൂതരുടെ ചോദ്യത്തിന് ഫൈനൽ സൊല്യൂഷൻ നൽകാനുള്ള സമയമായിരിക്കുന്നു. അന്തിമ വിധി, അന്തിമ പരിഹാരം. എല്ലാ ജൂതരെയും കണ്ടെത്തുക, വേർതിരിക്കുക, കടത്തുക, കൊല്ലുക. ഇതാണ് പരിഹാരം.
എല്ലാ ജൂത ഭവനങ്ങളിലും അവർ മഞ്ഞ അടയാളം പതിച്ചു. ജൂതന്മാരെ കൂട്ടം കൂട്ടമായി ഗെറ്റോയിലേക്ക് കടത്താൻ തുടങ്ങി. പോളണ്ടിലെ ഓഷിറ്റ്സ് കാർക്കോവിന് സമീപം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ രൂപം കൊണ്ടു. സൈക്ലോൺ വി എന്ന വിഷവാതകം തയ്യാറാക്കി. ഹിറ്റ്ലറുടെ SS സംഘം ആയിരക്കണക്കിന് വിഷവാതക ടിന്നുകൾക്ക് ഓർഡർ നൽകി. ജർമ്മനിയിൽ കൃഷിക്കും മറ്റുമുണ്ടാകുന്ന നമുക്ക് മനുഷ്യനെന്ന തോതിൽ ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. പച്ചയായി മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്ത ഇത്തരം പരീക്ഷണങ്ങളൊക്കെ മനുഷ്യര് തന്നെയാണ് ചെയ്തത് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. മൃഗങ്ങൾ പോലും മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ മനുഷ്യനാകട്ടെ എന്തിനു വേണ്ടിയാണ് മറ്റു മനുഷ്യരെ ഇങ്ങനെ പച്ചയായി കീറി മുറിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. നന്ദി.